കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ആർക്ക് വേണ്ടിയാ ലച്ചു പാട്ട് ആവശ്യപ്പെടുന്നത്? ലച്ചു പറയൂ. എന്റെ ഭർത്താവിന് വേണ്ടിയാ. ഹസ്ബൻഡ് പേര് കൂടി പറയൂ. ലച്ചുന്റെ ഹസ്ബൻഡ് കൂടി കേൾക്കണ്ടേ? ഹലോ ലച്ചു, ഹസ്ബൻഡ് പേര് പറയൂ. സഞ്ജയ്. ഏത് പാട്ടാ ലച്ചു ഹസ്ബൻഡ് വേണ്ടി ആവശ്യപ്പെടുന്നത്? കാത്തിരുന്ന പെണ്ണല്ലേ. ലച്ചു പ്രിയപ്പെട്ട ഹസ്ബൻഡ് സഞ്ജയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ട ഗാനം ഇതാ. കാത്തിരുന്ന പെണ്ണല്ലേ, കാലമേറെയായില്ലേ, കാത്തിരുന്ന പെണ്ണല്ലേ, കാലമേറെയായില്ലേ, മുള്ളുപോലെ നൊന്തില്ലേ, നോവിലിന്നു തേനല്ലേ, വൈകി വന്ന രാവല്ലേ, രാവിനെന്തു കുളിരല്ലേ, ഉള്ളിലുള്ള പ്രണയം തീയല്ലേ. അടുത്ത കോൾ ആരുടെയാ നോക്കാം. ഹലോ ഹലോ ഹലോ, ആരാ വിളിക്കുന്നത്? എന്റെ പേര് സഞ്ജയ്. ലച്ചുന്റെ ഹസ്ബൻഡ് സഞ്ജയ് ആണോ? വാട്ട് എ സർപ്രൈസ്. അല്പം മുമ്പ് സംസാരിച്ച ലച്ചുവിനോട് എനിക്ക് 2 വാക്ക് സംസാരിക്കണം. എന്താണ് സഞ്ജയ്ക്ക് FM-ലൂടെ വൈഫിനോട് പറയാനുള്ളത്? എന്തിനാ ലച്ചു എന്റെ മുന്നിൽ നോടിപ്പോയത്? ലച്ചു എന്നോടത് പറയണം. നമ്മൾ കണ്ടുമുട്ടിയ ഷോപ്പിംഗ് മോളില് നാളെ 11 മണിക്ക് ലച്ചു വരണം. ലച്ചുവിനെ കാത്ത് ഞാൻ അവിടെ ഉണ്ടാവും. എന്നോട് പൊറുക്കണം. ലച്ചു, എന്റെ മോളെ. മുത്തശ്ശി, മുത്തശ്ശി. ആ, എന്താ മോളെ? ലച്ചു, ലച്ചു, എന്റെ മോളെ. മുത്തശ്ശി, ലച്ചു മോളെ. ഇനി കരഞ്ഞോണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല. എഴുന്നേറ്റിരുന്നേ ഈ കഞ്ഞിയെങ്കിലും കുടിക്കാൻ നോക്ക്. ആ ക്ഷീണമെങ്കിലും ഒന്ന് മാറട്ടെ. കേസ് കൊടുക്കാൻ പോയിട്ട് അതും നടന്നില്ല. ആശുപത്രിയിലും കേറേണ്ടി വന്നു. അർജുനേട്ടന്റെ അമ്മയുടെ വാക്ക് കേട്ട് മുത്തശ്ശി അല്ലാതെ ആരെങ്കിലും ഇറങ്ങി പോവോ? അമ്മ ഒന്ന് പോയേ. മുത്തശ്ശിക്ക് ഞാൻ കൊടുത്താലും കഞ്ഞി. ഇന്നക്കോട്. മുത്തശ്ശി, കുറച്ച് കഞ്ഞി കുടിക്കും മുത്തശ്ശി. എനിക്ക് വേണ്ട മോനെ, എനിക്ക് മരിച്ചാ മതി. മുത്തശ്ശിയൊന്നും കഴിക്കുന്നില്ല.
മുത്തശ്ശി മരുന്ന് കഴിക്കാനുള്ളതല്ലേ, കുറച്ചെങ്കിലും കഴിക്കും മുത്തശ്ശി. എനിക്ക് അളിയനെ വിശ്വാസമുണ്ട് മുത്തശ്ശി. എനിക്ക് എന്റെ കുട്ടിയെ കണ്ടേ പറ്റൂ. എന്റെ ജീവൻ പോകുന്നതിന് മുമ്പ് എന്റെ മോളെ എനിക്കൊന്ന് കാണണം. മോനെ, നിന്നോടല്ലാതെ എനിക്ക് പറയാൻ ആരുമില്ല. മുത്തശ്ശി കരയില് മുത്തശ്ശി. മുത്തശ്ശി മോളെ, ഇത് കഴിച്ചേ. മുത്തശ്ശി കുറച്ചും കൂടെ കഴിക്കും മുത്തശ്ശി. വേണ്ട മോനെ. എന്റെ ദേവി, എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കണത്? എന്നെ അങ്ങോട്ട് വിളിച്ചൂടെ? മുത്തശ്ശി കരയില് മുത്തശ്ശി. ദേവി, എന്തിനാ ലച്ചു എന്റെ മുന്നിൽ നിന്ന് ഓടിപ്പോയത്? ലച്ചു എന്നോടത് പറയണം. നമ്മൾ കണ്ടുമുട്ടിയ ഷോപ്പിംഗ് മാളില് നാളെ 11 മണിക്ക് ലച്ചു വരണം. ലച്ചുവിനെ കാത്ത് ഞാൻ അവിടെ ഉണ്ടാവും. ഇല്ല, ആരെയും വിഷമിപ്പിക്കാൻ എനിക്കാവില്ല. എന്നെ രക്ഷിച്ച അങ്ങയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമായിട്ട് ഞാൻ ഉണ്ടാവില്ല. ഞാൻ വരില്ല. അങ്ങ് വിളിച്ചെടുത്ത് വരാൻ എനിക്ക് കഴിയില്ല. ലക്ഷ്മി, അവിടെ വെച്ച് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എന്ത് കേട്ടെന്ന്? മറ്റൊരു കുട്ടിയെ സ്നേഹിക്കുന്നെന്നും നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നെന്നും. അങ്ങ് എന്നെ അവിടെ നിന്ന് രക്ഷിച്ചു. ഇനി ഞാനായിട്ട് അങ്ങേക്കൊരു തടസ്സം വരാതിരിക്കാന് ഒന്നും പറയാൻ നിൽക്കാതെ ഞാൻ ഒഴിഞ്ഞു പോയത്. നിങ്ങൾ സന്തോഷത്തോടെ എന്നും ഒന്നിച്ച് ജീവിക്കണമെന്ന് എന്റെ പ്രാർത്ഥന. നാളെ അവള് വരില്ല എന്നുള്ള കാര്യം ഉറപ്പാ. കൂടുതൽ അകലത്തേക്ക് പോകാനാ അവൾ ആഗ്രഹിക്കുന്ന. അവൾ എവിടെയാണെങ്കിലും സേഫായിട്ടിരിപ്പുണ്ട്. അത് തന്നെ ഒരു ആശ്വാസം. പക്ഷേ ലച്ചു എവിടെ ഉണ്ടെന്ന് അറിഞ്ഞേ തീരും. അത് ഞാൻ അവളുടെ ഏട്ടന് കൊടുത്ത വാക്കാ. എത്ര ദിവസം ചേച്ചി ബാംഗ്ലൂരിൽ നിൽക്കും? 2-3 ദിവസം. അത് കഴിഞ്ഞ് എങ്ങും പോരില്ലേ? ചേച്ചിക്ക് വീട് വിട്ട് നിൽക്കാൻ പ്രയാസമൊന്നുമില്ലേ? ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് പഠിച്ചതല്ലേ. പക്ഷേ ഇപ്പൊ ഒരു പ്രയാസമുണ്ട്. അമ്മൂനെ കാണാൻ പറ്റില്ലല്ലോ എന്നോർത്തിട്ട്. പിന്നെ അമ്മയുടെ സ്വഭാവം അമ്മൂനെ അറിയാലോ. അമ്മൂനോട് മാത്രമല്ല, ദേഷ്യം വന്ന അമ്മ എന്നോടും ഇങ്ങനെയൊക്കെ തന്നെയാ. അമ്മ എന്തേലും പറഞ്ഞു എന്ന് വെച്ച് അമ്മ സങ്കടപ്പെടണ്ട. ഇല്ല, പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. കുറച്ച് ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ. എപ്പോഴാ ഫ്ലൈറ്റ്? കൊണ്ടുവിടാൻ ഞാൻ വരാം. ഏർലി മോർണിംഗ് ആ ഫ്ലൈറ്റ്. സഞ്ജു വരണ്ട, അച്ഛൻ എന്നെ കൊണ്ടുവിടും. നമ്മുടെ ആ പഴയ ക്യാമ്പസിലേക്കല്ലേ സ്വാതി പോകുന്നത്? നിന്റെ കൂടെ വരണമെന്നൊരു മോഹം. അവിടെ പഠിച്ചതിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടത് നമ്മുടെ പ്രണയം. നമുക്ക് വേണ്ടി ആ കോളേജ് എന്ന് വിശ്വസിക്കുന്നവളാ ഞാൻ. എല്ലാം ഓരോ നിമിത്തങ്ങൾ. നമ്മുടെ വിവാഹം കഴിഞ്ഞ് ഒരു വട്ടം കൂടി നമുക്ക് ആ ക്യാമ്പസിലേക്ക് ഒന്ന് പോണം. ഇപ്പൊ കൂടുതൽ റൊമാൻസിന് പറ്റിയ സമയമല്ല. അമ്മു അടുത്തുണ്ടേ. അല്ല, സ്വാതി 3 ദിവസം മാറിയെന്ന തന്റെ അമ്മ എന്ത് ചെയ്യും? ഇപ്പൊ തന്നെ ഒരു കടലോള സങ്കടം ഉണ്ട് ആ മുഖത്ത്. ആ ശരി, നാളെ ബാംഗ്ലൂർ എത്തിയിട്ട് വിളിക്ക്. എനിക്കൊരു കോൾ വരുന്നുണ്ട്. എന്തുണ്ടെങ്കിലും
എന്റെ കോൾ എടുക്കണേ സഞ്ജു. എനിക്കറിയില്ലേ താൻ കയ്യെത്താ ദൂരത്താണെന്ന്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മുമ്പ് വീട്ടിലെത്തിയ ഉടൻ തിരിച്ചു പോകാനുള്ള തിടുക്കമായിരുന്നു. പ്രിയപ്പെട്ടതെല്ലാം അവിടെയായിരുന്നു എന്നൊരു തോന്നൽ. ഇപ്പൊ അങ്ങോട്ട് പോവാനേ തോന്നുന്നില്ല. പ്രിയപ്പെട്ടതൊക്കെ ഇപ്പൊ ഇവിടെയാ. സഞ്ജുവും ഇപ്പൊ അമ്മു. ഈ സ്നേഹം കിട്ടാൻ എന്ത് പുണ്യ ചേച്ചി ഞാൻ ചെയ്തത്. മുത്തശ്ശി കണ്ണുറക്കും മുത്തശ്ശി. എവിടെയാ നീ? എനിക്ക് മുത്തശ്ശി. മുത്തശ്ശി എന്താ എനിക്ക് തെളിയിച്ച? മുത്തശ്ശിക്ക് തീരെ വയ്യ നന്ദൂട്ട. തെളിയിച്ച മരുന്ന് കൊടുക്ക. കണ്ണു തുറക്കാതെ എന്ത് ചെയ്യാനാ മോനെ? മുത്തശ്ശി കണ്ണുറക്കും മുത്തശ്ശി. ലച്ചു മോളെ. മുത്തശ്ശി എന്താടാ ലച്ചു? തള്ളയുടെ കണ്ണടഞ്ഞോ? എന്താ പെറുവിറുക്കുന്നുണ്ട്? ലച്ചുമോളെ എന്ന് വിളിക്കുക. കൊച്ചുമോളിങ് വന്നത് തന്നെ. അവസാന കാലം ലച്ചുമോളുടെ കയ്യിൽ നിന്ന് വെള്ളം കുടിച്ച് മരിക്കാനുള്ള യോഗം നിങ്ങൾക്കില്ലാതെ പോയി. അനുഭവിച്ചോ ലച്ചു? ഓടാ, പോയിരുന്നു പഠിക്കടാ. തള്ളയുടെ കണ്ണടയുന്നത് കാണാൻ വന്ന് നിൽക്കുന്നു. ഓ മോളെ ലച്ചു. എന്താ ഇന്ന് വല്ല തീരുമാനം ഉണ്ടാവോ? ലച്ചു കേട്ടില്ലേ? കട്ടിലൊഴിയുന്ന ലക്ഷണമൊന്നുമില്ല. ഞാൻ പോയി ഡോക്ടറെ വിളിച്ചോണ്ട് വരാം. എന്തിന്? ജീവിച്ചിരുന്നപ്പോ ഈ വീടിന് വേണ്ടി നല്ലൊരു കാര്യം ചെയ്യാത്തൊരു തള്ളയാ. ഇനി ഇവർ ജീവിച്ചിരുന്നിട്ട് ഉപദ്രവമല്ലാതെ എന്തുപകാരമാണ് ഉള്ളത്? കുഞ്ഞൂട്ടോ, നീ ചെന്ന് ഡോക്ടറെ വിളിക്കേ. എന്തിനാ നരേന്ദ്ര? ഇവര് ജീവനോടെ ഉണ്ടാവണം, അതെന്റെ ആവശ്യം. നരേന്ദ്രൻ തമ്പിയെ തോൽപ്പിച്ച് കളഞ്ഞെന്ന വിശ്വാസത്തോടെ ഇവര് കണ്ണടക്കാൻ പാടില്ല. ഞാൻ ജയിച്ച് കാണിക്കുന്നത് ഈ കിഴവിയുടെ മുന്നിൽ വെച്ചായിരിക്കണം. ഇവരെ പിടിച്ചിരുത്തി ഇവരുടെ മുന്നിൽ വെച്ച് കൊച്ചുമുള കഴുത്തിൽ നരേന്ദ്രൻ തമ്പി താലി കെട്ടും. അതുവരെ ഇവരുടെ ശരീരത്തിൽ ജീവനുണ്ടാവണം. ചേച്ചി പോയപ്പോ പിന്നെ തനിച്ചായ പോലെ. പാവം മുത്തശ്ശൻ കുഞ്ഞുട്ടേട്ടനും വിഷമിക്കുന്നുണ്ടാവും. കുഞ്ഞുട്ടേട്ടൻ അദ്ദേഹത്തെ കാണാൻ വന്നെന്നാ പറഞ്ഞ്. കുഞ്ഞുട്ടേട്ടനെ വിളിച്ച് വിവരം പറയാന്ന് വെച്ചാ ഫോൺ നമ്പർ ഓർമ്മ വരുന്നില്ല. വീട്ടിലെ നമ്പർ അറിയാം, പക്ഷെ അതിൽ വിളിച്ച വല്യമ്മയെ എടുക്കൂ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ട് മുത്തശ്ശി കരച്ചിലായിരിക്കും. വീട്ടിലെ നമ്പറിലേക്കൊന്ന് വിളിച്ചാലോ? ഈ ഫോൺ എടുക്കാൻ പോലും ഇവിടെ ആരുമില്ലേ? ഹലോ ഹലോ ഹലോ, തച്ചിലയിടത്തല്ലേ? ആ പറ. അയ്യോ, അവളാ വിളിച്ചത്. അവളെ ഒച്ച കേട്ടാ എനിക്കറിയില്ലേ. ഡീ ഇവിടെ വാ. എന്താ നരേന്ദ്രേട്ടാ? കുഞ്ഞൂട്ടന് ഈ ഫോണിലേക്ക് ആരെയും കോൾ വരാറുണ്ടോ? അനിയൻ സംസാരിക്കുന്ന ഞാനിതുവരെ കണ്ടിട്ടില്ല. എങ്കിൽ അവളത് ആദ്യമായിട്ട് വിളിച്ചതാ. എന്താ നരേന്ദ്രേട്ടാ? നിന്നെ ഞാൻ എന്തിനാടി അതൊക്കെ ബോധിപ്പിക്കുന്നേ? ഓടി മുന്നിന്ന് പോ. ഗുഡ് മോർണിംഗ് മുത്തശ്ശ. മുത്തശ്ശൻ എന്നെ അന്വേഷിച്ചു അമ്മ പറഞ്ഞു. അന്വേഷിച്ചു. മോനിരിക്ക്. വിവാഹ നിശ്ചയത്തിന് ആളുകളെ ക്ഷണിച്ചു കൊടുക്കാൻ സമയമായി. അതിനെന്താ, മുത്തശ്ശനും മുത്തശ്ശി ഉണ്ടല്ലോ. നമ്മുടെ ഭാഗത്തുനിന്നുള്ളവരുടെ കണക്ക് പ്രഭ ചോദിച്ചു. എല്ലാം മുത്തശ്ശന് തീരുമാനിക്കാം. മുത്തശ്ശന്റെ അഭിപ്രായം എന്തോ അത് തന്നെ എന്റെയും. എന്നാ മോൻ ചെല്ല്. ശരി മുത്തശ്ശ. ബൈ മുത്തച്ചു.
ആ സഞ്ജു, ഇതൊന്ന് വല്യച്ചയുടെ കൈ കൊടുക്കാൻ കവിതേച്ചി പറഞ്ഞു. ഇതെന്താ, ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തേലും ആണോ? എങ്കിൽ നിന്റെ കൈ തന്നു വിടുവോ കവിതേച്ചി? ഞാനൊരു തമാശ പറഞ്ഞാണേ. ഈ കുടുംബത്തിൽ എന്ത് രഹസ്യ പരസ്പരം അറിയാത്തായിട്ടുള്ളത്? ഞാൻ ഭദ്രമായിട്ട് ഏൽപ്പിക്കാം. ഓക്കേ, ബൈ. കുഞ്ഞുട്ടേട്ടന്റെ നമ്പറിന്റെ അവസാനത്തെ അക്കം 5 അല്ല, ഇനി 6 നോക്കാം. അയ്യോ, അയ്യോ, നീ എവിടേക്കാണ് തുള്ളിച്ചാടി പോകുന്നത്? നിന്റെ കെട്ടിയോ വന്ന് നിൽക്കുന്നത് പോലെയാണല്ലോ സ്വീകരിക്കാൻ ചെല്ലുന്നത്. നീ പോയി നല്ലൊരു ചായ ഉണ്ടാക്ക്. ഓടി. ആ സഞ്ജു, അപ്പച്ചി കവിത വിളിച്ചിരുന്നു. വാ. ആ സഞ്ജു. ആ അങ്കിൾ. വാ ഇരിക്ക്. അങ്കിൾ ഇവിടെ ഉണ്ടായിരുന്നോ? ആ, ഞാൻ ഇറങ്ങാൻ തുടങ്ങുമ്പോഴാ സഞ്ജു വരുന്ന വിവരം കാഞ്ചന പറഞ്ഞത്. ചേച്ചി ഇല്ലാത്ത സമയത്താണ് വന്നത്. ഇതാ വലിയ ഫയൽ. നല്ലൊരു ചായ ഇട്ട് കൊടുത്തേക്കാം. റിട്ടേൺ ടിക്കറ്റിന്റെ കാര്യം നോക്കിയിട്ട് പറയാമെന്നാ ശ്രീകുട്ടി പറഞ്ഞത്. ആ, എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അങ്കിൾ എന്നെ വിളിച്ചാൽ മതി. ആ, വിളിക്കാം മോനെ. ആ, അമ്മ എവിടെ? സ്വാതി പറഞ്ഞല്ലാതെ ഞാൻ ഇതുവരെ അവളെ നേരിട്ട് കണ്ടിട്ടില്ല. താൻ അവളെ ഒന്ന് വിളിക്കേ. ചേച്ചിയുടെ രാജകുമാരനെ ഞാൻ കാണാൻ പോവാ. ചേച്ചി ഇല്ലാത്ത സങ്കടേ ഉള്ളൂ. അമ്മോ. ആ നീ എന്തിനടി ചായ കൊണ്ടുവരുന്നത്? നിന്റെ കെട്ടിയാണോ അവിടെ ഇരിക്കുന്നത്? പൊടിയകത്ത് ആരടി എത്തി നോക്കുന്നത്? കേറി പൊടിയകത്ത്. ഇങ്ങതാ, ഇനി തരാൻ നിന്നോടല്ലേ പറഞ്ഞത്? കേറിപ്പോ. അമ്മ എവിടെ? അവള് പുറത്തു വന്നിട്ട് വേണ്ടേ? ചായ എന്നെ ഏൽപ്പിച്ച് അകത്തോട്ട് പോയി. അവളൊരു നാണക്കാരിയാ സഞ്ജു. ഇവിടെ ആരെങ്കിലും വന്നാ അകത്ത് പോയി ഒളിക്കും. ശ്രീകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നേനെ. ചേച്ചിയുടെ രാജകുമാരനൊന്ന് കാണാൻ കൂടി ചേച്ചിയുടെ അമ്മ സമ്മതിച്ചില്ല. മോൻ ചായ കുടിക്ക്. അമ്മുവിന്റെ അടുത്ത് പറഞ്ഞേക്ക് ചായ സൂപ്പറായിട്ടുണ്ടെന്ന്. നടക്ക്, ഇങ്ങോട്ട് നടക്കടി. നന്ദൂട്ടാ, ആ ഫോണിൽ ആരാ വിളിക്കുന്നതെന്ന് നോക്കിയേ. ഇവിടെ ആരും ഇല്ലെന്നങ്ങ് പറഞ്ഞേക്ക്. ഹലോ, ഇതാരാ വിളിക്കുന്നേ? നന്ദൂട്ടാ, ഞാനാ നന്ദൂട്ടാ, ലച്ചു. ലച്ചു, 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 എന്താ ഇതൊരു വിളിക്കാത്തത്? ലച്ചുനെ എനിക്ക് കാണണം. കട്ടായി പോകുന്നതിന് മുമ്പ് ഇങ്ങ് താമോനെ. ഞാൻ ലച്ചുന്റെ കയ്യില് ഫോൺ കൊടുക്കാമേ. ഹലോ മോളെ ലച്ചു. കുഞ്ഞുട്ടേട്ടാ, എവിടെയാ മോളെ നീ? കുഞ്ഞുട്ടേട്ടൻ സിറ്റിയിൽ പലവട്ടം വന്ന് നിന്നെ അന്വേഷിച്ചു. ഞാൻ അളിയനെയും കണ്ടു. നീ എന്തിനാ അളിയനോടൊന്നും പറയാതെ പോയെ? അതൊന്നും കുഞ്ഞുട്ടേട്ടൻ ചോദിക്കല്ലേ. പിന്നെ മുത്തശ്ശി എന്ത് ചെയ്യുന്നു? നിന്റെ വിവരങ്ങളൊന്നും അറിയാതെ മരിച്ചാ മതിയെന്നാ പറയുന്നത്. ഭക്ഷണവും മരുന്നും ഒന്നും മുത്തശ്ശി കഴിക്കാനില്ല. അല്ലെങ്കിൽ മുത്തശ്ശിക്ക് എന്തെങ്കിലും പറ്റിപ്പോവും. ഒന്ന് വേഗം വാ ലച്ചു, ഇല്ലെങ്കിൽ മുത്തശ്ശി മരിച്ചു പോവും. മോള് നാളെ വന്നാ ഇവിടെ ആരും ഉണ്ടാവില്ല. ഞാൻ നാളെ തന്നെ വരാം.
എനിക്ക് മുത്തശ്ശിയെ കാണണം. ഹലോ 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 മോളെ. മുത്തശ്ശി മുത്തശ്ശി ഒന്ന് എഴുന്നേറ്റിരുന്നേ. ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ലച്ചു ഉപ്പ വിളിച്ചു. എന്റെ കുട്ടി വിളിച്ചോ? അതേ മുത്തശ്ശി, ഞാനും ലച്ചുനും ലച്ചുനോട് സംസാരിച്ച്. എവിടെയാ എന്റെ കുട്ടി ഉള്ളത്? എന്താ കുഞ്ഞോട്ട് അവള് പറഞ്ഞത്? അവള് നാളെ മുത്തശ്ശിയെ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു.